ഇപ്പോൾ ഡോക്ടർ ആരിഫ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ ആരിഫ, അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഈ മരിച്ചവരുടെ കണക്കുകൾ അങ്ങനെ സർക്കാർ ഒടുവിൽ ഗത്യന്തരമില്ലാതെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ വർഷം രോഗം ബാധിച്ചു മരിച്ചത് 17 പേരാണെന്നാണ് ഈ പുതിയ കണക്കിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം വരെ സർക്കാർ പറയുന്നത് 2 പേരാണ് എന്നുള്ളൊരു കാര്യമായിരുന്നു ആവർത്തിച്ചത്. പക്ഷേ ഇപ്പോഴിതാ കണക്കുകളൊക്കെ പുറത്തു വരുമ്പോൾ 17 പേരെന്നുള്ള കാര്യം ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വരികയാണ്. ഈ കണക്കുകളൊക്കെ തന്നെയും ഇങ്ങനെ എത്ര നാൾ മൂടി വെക്കാൻ സാധിക്കും? ഇതൊക്കെ മൂടി വെക്കുമ്പോഴൊക്കെ തന്നെയും നമ്മുടെ ആരോഗ്യ മേഖല മെച്ചപ്പെട്ടതാണെന്ന് പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടി ഈ കൃത്യമായ കണക്കുകൾ മറച്ചു വെക്കുന്നതിലൂടെ അത് ആളുകൾക്കിടയിൽ ആശങ്കയല്ലേ ഉണ്ടാക്കുന്നത്? തീർച്ചയായിട്ടും കണക്കുകൾ കറക്റ്റിന് പറയുകയും അതിന് പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുകയും ചെയ്യുന്ന ഗവൺമെന്റിന്റെ പ്രാഥമിക ഉത്തരവാദിത്വമാണ്. അതിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും വേഗം കണ്ടുപിടിക്കുകയും സോഴ്സ് കണ്ടുപിടിക്കുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്യേണ്ട ഒരു രോഗമാണ്. എന്നുവെച്ചാൽ മോർട്ടാലിറ്റി ഈസ് വെരി ഹൈ. 97% ആണ് മോർട്ടാലിറ്റി. ഈ കണക്കുകളൊക്കെ തന്നെയും കൃത്യമായിട്ട് അത് ഈ രോഗത്തിനെ നമ്മൾ എത്രത്തോളം ക്യൂർ ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യമൊക്കെ തന്നെയും ഈ ആളുകൾക്ക് ശ്രദ്ധ നൽകേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. അപ്പോഴും ഈ കണക്കുകളൊക്കെ തന്നെയും അതും ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്, അതായത് ഈ എത്ര പേർക്ക് ബാധിച്ചു എന്നുള്ളൊരു കാര്യം പുറംലോകം അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് നമ്മൾ എത്രത്തോളം സേഫായിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ എത്രത്തോളം പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളൊരു കാര്യം ഈ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. തീർച്ചയായിട്ടും എന്നുവെച്ചാല് ഇത് വളരെ സീരിയസ് ഡിസീസാണ്. അതിന്റെ സോഴ്സ് കണ്ടുപിടിക്കുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മാത്രമേ പേഷ്യന്റിനെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അത് പ്രാഥമിക ഉത്തരവാദിത്തമുള്ളതാണ് ഗവൺമെന്റിന്. ആ ഗവൺമെന്റ് ഇതിനകത്ത് നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ്. ബഹുമാനപ്പെട്ട വീണ ജോർജ് മന്ത്രി എന്തുകൊണ്ടാണ് ഇത്രയും നിസ്സംഗതമായ ഒരു റിപ്പോർട്ടും കള്ളത്തരവും പറഞ്ഞു വരുത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഡോക്ടേഴ്സിന്റെ ഇടയിൽ. എന്ന് വെച്ചാൽ ഇത് വളരെ അത്യാവശ്യമായിട്ട് ആളുകൾക്ക് അവയർനെസ് കൊടുക്കേണ്ട ഒരു രോഗമാണ്. മനസ്സിലായ? ഇത് 97% ആണ് മോർട്ടാലിറ്റി. അതുകൊണ്ട് അതിന്റെ ഉറവിടം കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കാണ്. സത്യസന്ധമായ റിപ്പോർട്ട് കൊടുക്കുകയും അതിന് വേണ്ട നടപടികൾ എടുക്കുകയും ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഡോക്ടർ, ഈ രോഗം ഇതിന്റെ ഒരു നിർണയമൊക്കെ എങ്ങനെയാണ്? അതുപോലെ തന്നെയും ആളുകൾ എത്രത്തോളം സുരക്ഷിതരായിരിക്കണം, അതിന്റെയൊക്കെ കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയാണ്? ഇത് എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻ ആണ്. സാധാരണ വരുന്നത് ഫ്രഷ് വാട്ടറിൽ കൂടാണ്, മൂക്കിൽ കൂടാണ്. അത് കയറിയിട്ട് ബ്രെയിനിൽ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഫ്രഷ് വാട്ടർ സ്വിമ്മിങ്ങിന് പോയി കഴിഞ്ഞിട്ട് ആക്ച്വലി മിക്കവാറും എല്ലാവരും പറയും, കുളിക്കാൻ പറയുന്ന അതാണ്. ചെന്ന് കഴിഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂളിൽ പോയി കഴിഞ്ഞിട്ട് കുളിച്ചു കയറാനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മൂക്കിനകത്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അമീബിയ ഉണ്ടെങ്കിൽ ചാൻസസ് ഉണ്ട്. അത് കൂടുതലും ഇമ്മ്യൂണിറ്റി കുറഞ്ഞവർക്കാണ് പെട്ടെന്ന് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ അവയർനെസ് കൊടുക്കുകയും അതിനെ കുറിച്ച് പറയുകയും ചെയ്യണം. വളരെ സീരിയസ് ഡിസീസാണ്. അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് സോഴ്സ് കണ്ടുപിടിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് അറിഞ്ഞ ഉടനെ വളരെ ഉത്തരവാദിത്തമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഡോക്ടർ, ഈ തുറസായ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുക മാത്രമല്ല, ഈ ചില ആളുകളൊക്കെ തന്നെ ഈ നമുക്കറിയാം 3 മാസത്തിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ കിണറിലെ വെള്ളത്തിലൊക്കെ ഇതുണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണല്ലേ? സാധ്യത കൂടുതലാണ്. ഈ പൈപ്പ് വെള്ളത്തിൽ വളരെ റെയറാണ്. എന്ന് വെച്ചാൽ നമ്മൾ കുടിക്കുമ്പോഴല്ല ഇത് വരുന്നത്, മുക്കിൽ കൂടാണ് വരുന്നത്. എന്ന് വെച്ചാൽ നെയ്സൽ പാസേജിൽ കൂടാണ് ബ്രെയിനിനകത്ത് കയറുന്നത്. മനസ്സിലായോ? അത് ഇമ്മീഡിയറ്റ് ആയിട്ട് സാധാരണ ഇൻക്യുബേഷൻ നമുക്ക് പറയാം 1 to 15 days. പക്ഷേ നോർമലി 5 days ഒക്കെ ആകുമ്പോഴത്തേക്കും ആദ്യത്തെ ദിവസം തന്നെ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. വളരെ നന്ദിയുണ്ട് ഡോക്ടർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.